ഹലോ ഗായ്സ്, അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ ലാസ്റ്റ് ഡേ നൈറ്റ് കുത്തിയോട്ടം ദേവിയൊക്കെ പുറത്തിറങ്ങുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. നല്ല തിരക്കായതുകൊണ്ട് തന്നെ വഴിയിൽ കാർ ഒതുക്കിയിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചാണ് കോവിലോട്ട് പോയത്. കാരണം അമ്മാതിരി തിരക്കായിരിക്കും. ബ്ലോക്ക് കാറും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടാലേ അവിടെ കുട്ടിയിട്ട് അവിടെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പോയി. അതാകുമ്പോൾ വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാമല്ലോ, ബ്ലോക്കായി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് എത്തിയപ്പോഴത്തേക്കാണ് അത് ഈ സാധനം കണ്ടത്. അതിനകത്ത് മുഴുവൻ മാക്കം നടക്കാൻ വേണ്ടി കുറച്ച് എക്സസൈസ് ആയിട്ട് ഇനി അങ്ങോട്ടോ അനങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ചാടിക്കരുത്. കുറച്ച് എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങളിത് അതിനകത്തോട്ട് കയറി. എന്ത് രസമാണല്ലേ ബൊമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുത്തിയോട്ടം എഴുന്നള്ളത്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ഫ്ലോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. അപ്പം തന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കാണും. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ലൈറ്റായിട്ട് ഭൂരിയും കറിയും. വഴിയിലുള്ള സാധനമായിരുന്നു. ഇതൊരു കളിപ്പാട്ടമാണ്, പാമ്പഴിഞ്ഞ് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഫ്ലോട്ട് വന്നു. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുത്തിയോടെ പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് അവിടെ ചെന്ന് അതൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ കണ്ടത്. അതായത് അവിടെ ഒരു പെറ്റ് ഷോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് എലിയും പൂച്ചയും പിന്നെ കുറേ കോഴിയും കിളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിക്കറ്റ് കൊടുത്ത് കയറിയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കണ്ടിട്ടിറങ്ങി. പിന്നെ കുറച്ച് പാമ്പുണ്ടായിരുന്നു. പാമ്പിനെ പിടിക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ തൊട്ടുപോലും ഞാൻ നോക്കിയില്ല. പിന്നെ ഇങ്ങനത്തെ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൂച്ച കണ്ടതാണ് ഇങ്ങനെ പുള്ളിയും പോലും പുലിയെ പോലെയൊക്കെ ഇരിക്കുന്ന. പാമ്പിനെ പിടിക്കാൻ വേണ്ടി തന്നു, പക്ഷേ എനിക്ക് പേടിയുണ്ട്, ഞാൻ പിടിച്ചില്ല. പിന്നെ കുറച്ച് ആക്രി പൂക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ നല്ല മാലയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ഇടുമ്പോൾ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, 50 രൂപ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ച് പിന്നെ അവളെ കുറച്ച് കളിപ്പിക്കാനൊക്കെ ഇങ്ങനെ കയറിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു.